അടുത്ത പ്രഭാതം. അയോധ്യയിൽ നിന്നും മടങ്ങുകയാണ്. വാരണാസിയിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ പണി ധൃതിയിൽ നടക്കുന്നു. ശ്രീരാമക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. പണി നടക്കുന്നതിനാൽ വഴി പലയിടത്തും തിരിച്ചുവിടുകയാണ്. ഇടുങ്ങിയ കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് നല്ല തിരക്ക്. റോഡ് ബ്ലോക്കായിരിക്കുന്നു. നിരനിരയായി വാഹനങ്ങൾ. ഇലക്ട്രിക് ഓട്ടോകൾ ധാരാളമുണ്ട്. മനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന പുരാതന കെട്ടിടങ്ങൾ. ഇവയൊക്കെ തുടച്ചു നീക്കപ്പെടും. ഇടുങ്ങിയ വഴികൾക്ക് അയോധ്യയിലേക്കെത്തുന്ന ഈ ജനസഹസ്രങ്ങളെ താങ്ങാനാവില്ലല്ലോ. അയോധ്യയിൽ നിന്നും വാരണാസിക്ക് 4 മണിക്കൂർ 11 മിനിറ്റ് വേണമെന്ന് ഗൂഗിൾ പറയുന്നു. റോഡിൽ ലോറികളുടെ നീണ്ട നിര. അയോധ്യ ഫൈസാബാദ് റോഡിലൂടെയാണ് യാത്ര. അയോധ്യ ധാം റോഡ് എന്നും കാണുന്നു. ചിലയിടങ്ങളിൽ രാംപഥ് എന്നാണ് പേര്. നഗരം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ഉച്ചയോടുകൂടി വാരണാസിയിലെത്താമെന്ന ചിന്തയിലാണ് രാവിലെ തന്നെ പുറപ്പെട്ടത്. അയോധ്യ പ്രയാഗ്രാജ് റോഡാണിത്. ഞാൻ അയോധ്യയിലേക്ക് പോയത് ഇതേ റോഡ് വഴിയാണ്. കുറച്ചു ദൂരം പോയ ശേഷം വാരണാസി റോഡിലേക്ക് കയറും. വഴി വിജനമായിരിക്കുന്നു. കൃഷിയിടങ്ങളും തരിശിടങ്ങളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നീണ്ടുകിടക്കുന്ന പാതയിലൂടെ ഞാൻ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുകയാണ്. 2 യുഗങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലങ്ങൾ എങ്ങനെയായിരുന്നിരിക്കാം എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കിലോമീറ്ററുകളോളം കാണാവുന്ന തരിശുഭൂമിയോ ഇടതിങ്ങിയ വനപ്രദേശമോ ഒക്കെ ആയിരുന്നിരിക്കാം. ഇടയിലൂടെ ചെമ്പൻ പാത, കുതിരവണ്ടികളുടെ ശബ്ദം, കുതിരക്കുളമ്പടികളുടെ ശബ്ദം, അവയുടെ ശീൽക്കാരങ്ങൾ, യുഗയുഗാന്തരങ്ങളോളം കടന്നുപോയ നാളുകൾ, വന്യമൃഗങ്ങൾ നിറഞ്ഞ പ്രദേശം, അവയുടെ ആക്രമണങ്ങളെയൊക്കെ അതിജീവിച്ച് ജനിച്ചു മരിച്ച കോടാനുകോടി ജനങ്ങൾ. 3 തലമുറകൾക്ക് മുമ്പുള്ള നമ്മുടെ പൂർവികരെ പറ്റി ഒരറിവുമില്ലാത്ത നമ്മൾ 3 യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർക്ക് വേണ്ടി നാട് തന്നെ മാറ്റപ്പെടുന്നു. ജനസഹസ്രങ്ങൾ ആ കാലത്തെ കഥകൾ സംസാരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ശ്രീലങ്കയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ രാമായണ കാലഘട്ടത്തെ ശേഷിപ്പുകൾ കണ്ടെത്തുന്നു. കാലചക്രം തിരിയുകയാണ്. ജന്മജന്മാന്തരങ്ങളിലൂടെ സഹസ്രകോടി ജനങ്ങൾ ജനിച്ചു മരിച്ച ഈ ഭൂമി സത്യമോ മിഥ്യയോ? ഭ്രാന്തൻ ചിന്തകളുമായി മനസ്സു പായുകയാണ്. വാഹനത്തിൻ്റെ വേഗം ഞാൻ അറിയാതെ കൂടിയോ? വേഗം തന്നെ മനസ്സിൻ്റെ കടിഞ്ഞാൺ മുറുക്കി വർത്തമാന കാലത്തിലേക്ക് തിരികെ എത്തി. പലപ്പോഴും നമ്മളെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നത് ഏതോ അജ്ഞാത ശക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തെക്കേ മൂലയിൽ ജനിച്ച ഞാൻ സ്വയം ഡ്രൈവ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നൊരു വിധിയുണ്ടെങ്കിൽ ആ ചിന്ത എന്നിൽ നിറച്ചതാരാണ്? ആഗ്രഹം കൊണ്ട് മാത്രം പൂർത്തീകരിക്കാവുന്നതല്ല ഇതൊക്കെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പിന്നെ എന്താവും? ചിന്തകൾ മാനുഷികമോ അമാനുഷികമോ ആവാം. ഒക്കെ അജ്ഞാതമായ കാര്യങ്ങളാണ്. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും സ്പർശനം കൊണ്ട് അറിയുന്നതും മാത്രമല്ല സത്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുമൊക്കെ അപ്പുറത്തുള്ള എന്തോ ഒന്ന്. അതിനെ നമ്മൾ എന്ത് പേരിട്ടാവും വിളിക്കുക? വീണ്ടും ചിന്തകൾ കാട് കയറുകയാണ്. വാരണാസിയിലെ തിരക്കിലേക്ക് കയറുന്നു. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഗംഗാനദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വാരണാസി. കാശി എന്നും
ബനാറസ് എന്നും അറിയപ്പെടുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1200 BC മുതലേ ഇവിടെ നഗരം നിലനിന്നിരുന്നു. കാശി എന്നതിന് പ്രകാശമാനം എന്നൊരർത്ഥം കൂടെയുണ്ട്. ധാരാളം പണ്ഡിതന്മാരുടെയും ജ്ഞാനികളുടെയും നഗരമായിരുന്നു കാശി. വരുണ, അസി എന്നീ 2 നദികളുടെ പേരിൽ നിന്നാണ് വാരണാസി എന്ന പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. വാരണാസി ക്ഷേത്ര നഗരമാണ്. പുരാതന കാലത്തെ കല്ലുകൊണ്ടുള്ള ക്ഷേത്രങ്ങൾ മുതൽ ആധുനിക കാല ക്ഷേത്രങ്ങൾ വരെ ധാരാളമുള്ള പ്രദേശം. വാഹനങ്ങളുടെ ശക്തമായ ഹോണടികളാലും തിരക്കുകളാലും സമൃദ്ധമാണ് ഇന്ന് നഗരം. ഒരു നാടിൻ്റെ ചരിത്രം, സംസ്കാരം ഒക്കെ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത രീതിയെ തന്നെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. തെരുവുകളിൽ കച്ചവടം നടത്തുന്നവർ, സ്ഥാപനങ്ങളിൽ കച്ചവടം നടത്തുന്നവർ, വലിയ ഹോട്ടലുകൾ തുടങ്ങി ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ പറ്റിയ അന്തരീക്ഷം. ഇവിടെ ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലായിടത്തും തിരക്ക്. ഇടയ്ക്കെപ്പോഴോ വഴിതെറ്റി, അത് സാധാരണമാണ്. ചിലപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ വഴിതെറ്റും. കറങ്ങിത്തിരിഞ്ഞ് ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ക്ഷേത്രങ്ങളുടെയോ ആശ്രമങ്ങളുടെയോ ഗോപുരങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഹോട്ടലുകളിൽ റേറ്റ് കൂടുതലാണ്. അല്ലെങ്കിൽ പൊതുനിരത്തിൽ വാഹനം പാർക്ക് ചെയ്ത് ഹോട്ടലിൽ പോകണം. അത് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ വാഹന പാർക്കിംഗ് ഉള്ള ഹോട്ടലുകൾക്ക് നല്ല റേറ്റും ഉണ്ട്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് 5500 രൂപയുടെ ഹോട്ടലിലാണ്. റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയും രൂപ ചെലവാക്കുന്നത്. ഗൂഗിൾ കാണിക്കുന്ന വഴിയെ തന്നെയാണ് യാത്ര. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കാമെന്ന് കരുതി എങ്ങും നിർത്താതെയാണ് വന്നത്. ഒടുവിൽ ഹോട്ടൽ കണ്ടെത്തി. ദി ബനാറസ് സ്വീറ്റ് ഹൗസ്. ഇടതുവശത്തായി കാണുന്നതാണ് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ. കാർ പാർക്കിംഗ് ഉണ്ട്. ഒന്ന് പോയി അന്വേഷിക്കണം. കാർ കുറച്ച് മാറ്റി പാർക്ക് ചെയ്ത് ഹോട്ടലിലെത്തി. ബുക്കിംഗ് കൺഫേം ചെയ്തു. റൂമിലെത്തി ഒന്ന് ഫ്രഷായി വേഗം തന്നെ ഇറങ്ങി. തിരക്കിലൂടെ കാർ യാത്ര ദുഷ്കരമാണ്. ഇലക്ട്രിക് ഓട്ടോകൾ ധാരാളമുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊന്നിലാണ് എൻ്റെ യാത്ര. വിശാലമായി കാഴ്ചകൾ കാണാം. ഗംഗാ ആരതി കാണുവാനാണ് പോകുന്നത്. ഓട്ടോ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി. വിശാലമായി തുറന്ന വാതായനത്തിലൂടെ വിശാലമായി തന്നെ കാഴ്ചകൾ കാണാം. ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് ഓട്ടോ ഓടുന്നത്. നന്നായി പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ച് റോഡിൽ കിടക്കും. പുരാതന കെട്ടിടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, നിർത്താതെയുള്ള വാഹനങ്ങളുടെ ഹോണടി കുറച്ച് ദുസ്സഹമാണ്. നിരനിരയായി ഓട്ടോകൾ. നടന്നാണ് കൂടുതൽ ആളുകളും ഗംഗാ ആരതിക്കായി പോകുന്നത്. തിരക്കുകൾക്കുള്ളിലൂടെ ഏതൊക്കെയോ ഇടവഴികളിലൂടെ ഗംഗാ ആരതി നടക്കുന്ന കട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞാണ് ഓട്ടോക്കാരൻ പായുന്നത്. ഒരു സ്ഥലത്ത് ഓട്ടോ നിർത്തി. ഇനി മുന്നോട്ട് പോകാനാവില്ല. നടന്നു തന്നെ ഗംഗാ ആരതി നടക്കുന്നിടത്തേക്ക് പോകണം. നടക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചടങ്ങാണ് ഗംഗാ ആരതി. ഗംഗാ ആരതി ചടങ്ങിലൂടെ ഗംഗാ നദിയെ ആരാധിക്കുകയാണ്. ഇത് വളരെ പവിത്രമായ കാര്യമായി ഹിന്ദുക്കൾ കണക്കാക്കുന്നു. ഗംഗാ ആരതി നടക്കുന്ന അസിഘട്ടിലേക്കാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. ശിവനും പാർവതി ദേവിയും കുളിക്കുവാൻ വന്നിരുന്ന സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു. ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ, വളകൾ, മാലകൾ തുടങ്ങിയവയും മറ്റും വിൽക്കുന്ന വഴിവാണിപ്പക്കാർ. മനോഹരമായ വർണ്ണക്കുടകളാലും ദീപാലങ്കാരത്താലും പ്രശോഭിതമാണ് ഘട്ട്. ധാരാളം ആളുകൾ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. നല്ല സ്ഥലം നോക്കി ഇരിക്കുവാനാണ്. ഞങ്ങൾ ഗംഗാനദിയുടെ ഓരത്തേക്ക് നടന്നു. ഗംഗ ശാന്തയായി ഒഴുകുകയാണ്. അമ്മയ്ക്ക് ഗംഗയിൽ ആരതി ഒഴുക്കണം. ഞങ്ങൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങി കടവിലേക്ക് നടക്കുകയാണ്. സൂര്യാസ്തമനത്തിൻ്റെ സ്വർണ്ണ നിറവും വൈദ്യുത ദീപത്തിൻ്റെ ശോഭയുമൊക്കെയുമായി ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ ആകെ.
കടവിനടുത്ത് ആരതി കാണുന്നവർക്കായി വള്ളങ്ങൾ കാത്തുകിടപ്പുണ്ട്. നദിയോരത്ത് നിന്ന് ആരതി നടക്കുന്നിടം കാണാൻ പ്രത്യേക ഭംഗിയാണ്. അമ്മ ഭക്തിയുടെ പാരമ്യതയിലാണ്, ലഹരിയിലാണ്. ദീപം കൊളുത്തി ഗംഗയെ പ്രാർത്ഥിച്ച് നദിയിലേക്ക് ഒഴുക്കുകയാണ്. എല്ലാവരും അത് പിന്തുടർന്നു. ഗംഗ ശാന്തയായി ഒഴുകുന്നു. അതുകൊണ്ട് തന്നെ ഒഴുക്കിയ ദീപങ്ങൾ ശാന്തമായി ഗംഗ സ്വീകരിച്ചു. ഗംഗയിൽ ഞാനും ദീപമൊഴുക്കി. ദീപപ്രഭയിൽ വള്ളങ്ങൾ ഭക്തരുമായി പോകുന്നു. നദിയിലിരുന്ന് ഗംഗാ ആരതി കാണുവാനാണ് ഇത്തരം വള്ളങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നത്. ഭക്തരെ കാത്ത് ധാരാളം വള്ളങ്ങൾ, ബലൂൺ കച്ചവടക്കാർ. ആ കാണുന്ന സ്ഥലത്താണ് ആരതി നടക്കുന്നത്. അമ്മ നല്ലൊരു ഇരിപ്പിടം തേടി പോവുകയാണ്. അന്തരീക്ഷത്തിൽ ബലൂണുകൾ മനോഹരമായി തോന്നി. ഞാനും ഒരു ഇരിപ്പിടം കണ്ടെത്തി. പണ്ഡിറ്റുകൾ താളാത്മകമായി ഗാനത്തിനൊപ്പം ഗംഗയെ വണങ്ങുകയാണ്. ഇവിടെ ഭക്തി അതിൻ്റെ പാരമ്യതയിലാണ്. എല്ലാവരും ഏതോ മാസ്മര ലോകത്താണ്. സ്വയം മറന്നുള്ള സമർപ്പണം. താളം മുറുകുന്നതിനൊപ്പം എല്ലാവരും സ്വയം സമർപ്പിക്കപ്പെടുന്നു. ഒരു ജനത അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ഉത്തുംഗത്തിലാണ്. മുറുകി വന്ന താളം ക്രമാനുഗതമായി താഴ്ന്ന ശ്രുതിയിലെത്തുകയും കർപ്പൂര ആരതിയോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഗംഗ ആരതി കണ്ട സംതൃപ്തിയോടെ തിരികെ മടങ്ങുകയാണ്. അടുത്ത പ്രഭാതം വിശ്വനാഥ ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. തിരക്കിന് തെല്ലും കുറവില്ല. വളകൾ, മാലകൾ, രുദ്രാക്ഷങ്ങൾ, മയിൽപ്പീലികൾ, ഭസ്മം, ചന്ദനം തുടങ്ങി ക്ഷേത്രാവശ്യങ്ങൾക്കുള്ളതും അല്ലാത്തതുമായവ. വാരണാസിക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലല്ലോ. സൂര്യൻ അസ്തമിക്കാത്ത ഇന്ത്യയിലെ ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് വാരണാസിയായിരിക്കും. ദി കാശി വിശ്വനാഥ് ടെമ്പിൾ ട്രസ്റ്റ് ബോർഡ് കാണുന്നു. ഇത് ഹെൽപ്പ് സെൻ്ററാണ്. പ്രത്യേക പൂജകൾക്കായുള്ള വഴിപാടുകൾ ഇവിടെയാണ് രസീതാക്കേണ്ടത്. ഞങ്ങൾ പ്രത്യേക പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലല്ലായിരുന്നു. പല പൂജകൾക്കും നല്ല റേറ്റും ഉണ്ട്. ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായുള്ള ക്യൂ തേടി നടന്നു. ബാരിക്കേഡുകൾ കൊണ്ട് വഴി തടഞ്ഞിരിക്കുന്നു. ദർശനത്തിനായുള്ള ക്യൂ നീണ്ടു കിടക്കുകയാണ്. ഗാഡ്ജറ്റുകൾ ഒന്നും അകത്ത് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. അവ സൂക്ഷിക്കുവാനായി
പ്രത്യേക സംവിധാനമുണ്ട്. ഞങ്ങൾ ക്യൂവിലൂടെ ഒരു ഇടനാഴിയെന്ന് തോന്നിപ്പിക്കുന്ന സ്ഥലത്തൂടെ നയിക്കപ്പെട്ടു. ദർശനം കഴിഞ്ഞുള്ള മടക്കമാണ്. പൂക്കച്ചവടക്കാർ, ഏജന്റന്മാർ ഒക്കെയുണ്ട്. അവരുടെ അടുത്തൊന്നും പോകാതെ നേരെ നടന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ് ഞങ്ങൾ. ഫോട്ടോകളും വീഡിയോകളും ഒന്നും ഉള്ളിൽ സാധ്യമല്ലല്ലോ. ഇത്ര മാത്രമേ ഷൂട്ട് ചെയ്യുവാൻ സാധിച്ചുള്ളൂ. അമ്മ പൂജാരി നൽകിയ മാല കഴുത്തിലിട്ട് തികഞ്ഞ ഭക്തയായി മാറി. ഇനി ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടാവാം തുടർയാത്രയും തീരുമാനിച്ച് ജ്യൂസ് കടയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞങ്ങൾ.